നമസ്കാരം. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ ആലുവ മേഖലാ സമ്മേളനം ഇന്നലെ രാവിലെ 10 മുതൽ അന്നപൂർണ്ണ ഓഡിറ്റോറിയത്തിൽ നടത്തി. ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഇത്തരം ഏജന്റുമാർ കരുത്തായി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ ക്ലാസുകൾക്ക് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി. 9:50 പതാക ഉയർത്തിയതോടെ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. 10 ബാങ്ക് കവലയിൽ നിന്നും സമ്മേളന ജാഥ നടത്തി. തുടർന്ന് പൊതുസമ്മേളനം ആരംഭിച്ചു. ആലുവ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൈജി ജോളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ ശ്രീ MC ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ആലുവ മേഖലാ പ്രസിഡന്റ് ശ്രീ ബേബി സ്വാഗതവും ജനറൽ സെക്രട്ടറി ശ്രീമതി സുകേഷിനി റിപ്പോർട്ട് അവതരണവും നടത്തി. തുടർന്ന് തിരിച്ചറിയൽ കാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും നടത്തി. സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളായ ശ്രീ PV ഗോപാലൻ, ശ്രീമതി റംലത്ത്, ശ്രീ ബെന്നി, ശ്രീ മൊയ്തീൻ, ശ്രീമതി റുക്കിയ, ശ്രീ അബ്ദുറഹ്മാൻ, ശ്രീമതി നാരായണി, ശ്രീ ഷിഹാബ്, ശ്രീമതി സിബി സിനിൽ, ശ്രീ മൂസക്കുട്ടി, ശ്രീ സാബു, ശ്രീ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോയുടെ ഏജൻസിൻ്റെ ഒരു സംഘടനയായിട്ട് രൂപീകരിച്ചത് വളരെ സന്തോഷം തോന്നുന്നു. ഇതൊരു നമുക്കൊരു തൊഴിലാണ്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു സംഘടന ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അറിയണില്ല, നമ്മൾ ജോലി ചെയ്തപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് 2 കുടുംബങ്ങൾക്ക് ചേർത്തി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പ്രതിഫലം നിങ്ങളെ മിസ് ഔട്ട് ആവുന്നു. അതൊക്കെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു റുട്ടീനാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. ഈ സംഘടനയ്ക്ക് നല്ല ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവട്ടെ, വളർച്ച ഉണ്ടാവട്ടെ, എല്ലാവർക്കും അവരുടെ പ്രതിഫലം കിട്ടട്ടെ, ആരുടെയും ഒരു അവസരങ്ങൾ മറ്റുള്ളവർ നശിപ്പിക്കാതെയിരിക്കട്ടെ. സത്യസന്ധതയും വിശ്വസ്തയോടും കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി നല്ല പ്രതിഫലം നേടാൻ സാധിക്കട്ടെ. ലൈക്ക് ഇതൊക്കെ നല്ലൊരു തുകയുണ്ടെന്ന് എനിക്ക് അറിയാം. ഒരു ഇൻകമാണ്. അപ്പം നല്ല രീതിയിൽ ഇത് കൊണ്ടുവരെ തമ്മിൽ സ്നേഹപൂർവ്വം ശക്തി പകർന്ന് ഈ സംഘടനയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ. പിന്നെ രൂപീകൃതമായതാണ് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ഏജന്റ് അസോസിയേഷൻ സംഘടന. എന്തിനു വേണ്ടിയായിരുന്നു രൂപീകരിച്ചത്? ഒരു വിവാഹ ദല്ലാള് അല്ലെങ്കിൽ ഇടക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു കോമഡികൾ അവതരിപ്പിച്ചിരുന്ന നമ്മളെ വിവാഹശേഷം പ്രതിഫലം തരാതെ കണ്ട് വഞ്ചിക്കപ്പെടുന്ന ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അന്നത്തെ ആത്മാർത്ഥമായി ഈ സംഘടനയെ സ്നേഹിച്ച കേവലം 6 പേര് ചേർന്ന് തളിപ്പറമ്പിലെ സീലാൻ ടൂറിസ്റ്റ് ഹോമിലെ കൈരളി ഹോട്ടലിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടാണ് ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത്. അത് അഡ്വക്കേറ്റ് കസ്തൂരി ദേവന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഇന്ന് സംസ്ഥാനത്തെ 12 ജില്ലകളിൽ വ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ 2004 എത്തിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മള് രൂപീകൃതമായത് സംഘടനയിൽ അംഗങ്ങളാവുന്നവരുടെ അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലം കിട്ടാതെ നിൽക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുക എന്നായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി സമൂഹത്തിന്റെ നാനാ മേഖലകളിലേക്കും നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മുടെ മെമ്പർമാർ വന്ന് പറയാണ്, ഒരു കുട്ടിയുടെ നമുക്ക് നിക്കാഹ് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കണം എന്ന തരത്തില് അനാഥരായ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വേണ്ടി ധനസഹായം നൽകുന്നു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായവർക്ക് ഭവന നിർമ്മാണത്തിന്റെ സഹായങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ നൽകി വരുന്നു. സംഘടനയ്ക്കുള്ളിലും പുറത്തുമുള്ള രോഗാതുരരായ ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരുവാണെങ്കിൽ നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ നൽകി വരുന്നു. അതിനൊക്കെ പുറമെ ഈ രാജ്യത്തുണ്ടാവുന്ന എല്ലാ മഹാദുരന്തങ്ങളിലും നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ സഹായം ചെയ്തു വരുന്നു. നമുക്കറിയാം 2018 കേരളത്തെ നടുക്കിയ പ്രളയം ഉണ്ടായപ്പോൾ അന്ന് ഈ സംഘടനയിൽ അംഗങ്ങളായവർ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നത്തെ അഴീക്കോടിന്റെ MLA
യുടെ കയ്യിൽ നമുക്ക് നമ്മുടെ സംഘടനയുടെ മുഖ്യങ്ങളുടെ ദുരിതാശ്വാസം നമുക്ക് ഏൽപ്പിക്കാൻ സാധിച്ചു. കണ്ണൂർ ജില്ലയിലെ ചാലയില് ഗ്യാസ് ടാങ്കർ ദുരന്തമുണ്ടായി ഒരു നാട് മുഴുവൻ കത്തിയമരുന്ന സമയത്ത് സന്നദ്ധ പ്രവർത്തകരായി നമ്മുടെ മെമ്പർമാരെ വളണ്ടിയർമാരെ ഇറക്കി. അവിടെ ആലുവ മേഖല രൂപീകരണം 2023 നവംബർ 14-നാണ് നടന്നത്. മേഖല രൂപീകരിച്ചപ്പോൾ വെറും 11 പേരാണ് മെമ്പർഷിപ്പ് എടുത്തത്. ഏറ്റവും ചെറിയൊരു മേഖലയായിരുന്നു നമ്മുടെ ആലുവ മേഖല. പിന്നീട് 37 മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിച്ചു. തൊടുപുഴ മേഖല മേഖലയിൽ മാത്രം ഒതുക്കി തീരുക നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ എന്ന സംഘടന തെക്കൻ കേരളത്തിലേക്ക് മധ്യ കേരളത്തിലേക്ക് വന്നത് നമ്മുടെ ഈ ആലുവ മേഖലയിലൂടെയാണ്. ഇവിടെ വന്ന മേഖല ചെറിയ രീതിയിൽ തുടങ്ങി. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.